ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുറ്റുപാടും നമ്മളെ പോസിറ്റീവ് എനർജി തരുന്ന കുറേ വ്യക്തികൾ കാണും. നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുക. കാരണം നമ്മൾ തകർന്നിരിക്കുന്ന സമയങ്ങൾ കാണും. നമുക്ക് ചിലപ്പം ഒരുപാട് ദുഃഖങ്ങൾ ചില സമയത്ത് നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് അപ്പം നമ്മളെ ഒന്ന് കൈപിടിച്ച് നമ്മളെ ഒന്ന് വാമപ്പ് ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തികൾ കാണും നമ്മുടെ ചുറ്റുപാടും. നമ്മൾ തകരരുത്, നമുക്ക് തളർന്നു പോകരുത്, എല്ലാ പ്രതിസന്ധിയിലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റും, അങ്ങ് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ആ വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുക. ഒരിക്കലും നമ്മൾ അവരെ എന്തെങ്കിലും ഒരു ഡിസിഷൻ വരുന്ന സമയത്ത് അവരോടൊരു ഉപദേശം ചോദിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. എനിക്കതിനൊരു ഉദാഹരണം ഞങ്ങളുടെ ആത്മവിദ്യാസംഘം LP സ്കൂളിലെ HM അജിത ടീച്ചർ. കാരണം ടീച്ചറോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഉപദേശങ്ങൾ നമുക്ക് തരും, നമുക്ക് ആത്മവിശ്വാസം തരും, നമുക്ക് ഏത് പ്രതിസന്ധിയും നേരിടാൻ നമുക്ക് കഴിയും എന്നൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ സ്പീച്ച് തരുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അജിത ടീച്ചർ. എനിക്കൊരു അഭിമാനം, ടീച്ചറിൻ്റെയൊക്കെ അടുത്ത് നമുക്ക് ഒരു നല്ല ഇതായിട്ട് നമുക്ക് ടീച്ചറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയല്ലോ, ടീച്ചറിനെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. അത് നമ്മുടെ ഒരു ഭാഗ്യം. കാരണം ടീച്ചറിനെ കൂട്ടൊരു വ്യക്തികളുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് കുറേ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നമുക്ക് ഇപ്പോൾ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് ഉയർത്താനും നമുക്ക് എന്ത് പ്രതിസന്ധിയിലും നമ്മൾ കൂടുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാട് കാണും. അങ്ങനെയുള്ള വ്യക്തികളെ എല്ലാം നമ്മൾ ചിലപ്പോൾ നമുക്കൊരാൾ 10 രൂപ തന്ന് സഹായിക്കുന്നത് നമ്മൾ മറന്നു പോകുമായിരിക്കും. 10 രൂപ തന്ന് സഹായിക്കുന്നത്, അങ്ങനെ എന്ത് കാര്യങ്ങൾ. ഇപ്പം ഒരാളിപ്പം പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ, ഒരാളുടെ മാല മേടിച്ചിട്ട് കൊണ്ട് പോയി നമ്മൾ വേറൊരു കല്യാണത്തിന് പോകുന്നതൊക്കെ പണ്ടത്തെ കാലത്തുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങ് മറന്നു പോയേക്കാം. പക്ഷേ ചില വ്യക്തികൾ നമുക്ക് ജീവിതത്തിൽ തരുന്ന ഉപദേശങ്ങൾ ചിലപ്പോൾ നമ്മൾ മറക്കത്തില്ല. അവർ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ ഉയർത്തും. നമ്മൾ ചിലപ്പോൾ തകർന്നു പോയി നമ്മുടെ ജീവിതമേ നശിച്ചെന്ന് പറയുന്ന സമയത്തായിരിക്കും ഈ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കേൾക്കുന്നത്. അന്നേരം നമ്മൾ ഓർക്കും, ദൈവമേ, എനിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും, നമുക്ക് ഉയർന്നിരുന്ന ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന ആത്മവിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മളങ്ങ് തകർന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് തരുന്ന വ്യക്തികൾ കാണും നമ്മുടെ ജീവിതത്തിൽ. ആ വ്യക്തികളെ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് അവരെ എപ്പോഴും വെക്കണം. പിന്നെ വിഷമം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാബല്യമാക്കുന്നതാണ്. അത് നിങ്ങളുമായിട്ട്, നമ്മൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊരു ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തതിന് ശേഷം പതുക്കെ അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ശ്വാസം എടുത്ത് പതുക്കെ ഒന്ന് ശ്വാസം നമ്മൾ പുറത്തോട്ട് വിടുക. അങ്ങനെ 3-4 വട്ടം നമ്മൾ ശ്വാസം എടുക്കുകയും തിരിച്ചു വിടുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് ഒരു പെട്ടെന്നൊരു റിലീഫ് കിട്ടും. നിങ്ങൾ ആ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നന്നായിട്ട് ശ്വാസം എടുക്കുക, പതുക്കെ ശ്വാസം തിരിച്ചു വിടുക. അങ്ങനെ ഒരു 5 വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല റിലീസാണ്, നല്ല ഒരു റിലീഫ് കിട്ടുന്നതാണ്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്, ഒരാളോട് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ അവരോടൊന്നും മിണ്ടരുത്, നമ്മൾ അനങ്ങാതിരിക്കുക. 1, 2, 3, 4 അങ്ങനെ 10 വരെ എണ്ണുക. 10 വരെ നമ്മൾ ആ ഒരു മൈൻഡ് വിട്ടിട്ട് 10 വരെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ദേഷ്യം ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളോട് ദേഷ്യപ്പെടാനും അങ്ങനെ നമുക്ക് തോന്നത്തില്ല. നമ്മൾ ആ 10 വരെ എണ്ണുമ്പോഴത്തേക്ക് നമ്മളുടെ ആ മൈൻഡ് ഫുള്ള്, നമ്മൾ ആ ഒരു ദേഷ്യത്തിൽ ഓർക്കരുത്, നമ്മൾ മനസ്സ് ശാന്തമാക്കിയിട്ട് 1, 2, 3, 4 അങ്ങനെ 10 വരെ എണ്ണുക. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ദേഷ്യം ഫുള്ള് പോയിരിക്കും, നമ്മൾ സാധാ ലെവലിൽ വന്നിരിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓവർ എക്സ്പെക്റ്റേഷൻ ആരിലും നമ്മൾ കൊടുക്കരുത്. അവർ നമുക്ക് ഇന്നത് ചെയ്യും, അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും, എങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എപ്പോഴും
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം ചെയ്യുക. അവർ ചെയ്യും എന്നോർത്ത് നമ്മൾ ചെയ്യുമെന്ന് ഓർത്ത് നമ്മൾ ഇരിക്കരുത്. മറ്റുള്ളവർ ഇപ്പം ഒരു ഉദാഹരണം പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരാളിൽ നിന്നും അമിതമായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ നമ്മുടേതായ, ഇപ്പം എൻ്റെ മോൻ എനിക്ക് ഇന്നത് കൊണ്ടുതരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമുക്കൊരു ലഡു തിന്നാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ ഒരു ലഡു കിട്ടി, ഒരു ഉദാഹരണമാണ് പറയുന്നത്. ആ ലഡു എനിക്ക് കിട്ടും എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മളൊരെണ്ണം വാങ്ങിച്ച് തിന്നാൻ ശ്രമിക്കുക. കാരണം എനിക്കൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ പണ്ടെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ സാധാരണപ്പെട്ടൊരു വീടാണ് നമ്മുടെ വീട്. നമ്മുടെ അച്ഛൻ ചായക്കടയായിരുന്നു. അതിൽ നമ്മൾ ഒരു കുറവും വരുത്തിയല്ല നമ്മുടെ അച്ഛൻ വളർത്തിയത്. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ എന്താഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഏതാഗ്രഹവും നമ്മുടെ അച്ഛനോട് പറയാം, ഏതാഗ്രഹവും. അപ്പം നമുക്ക് എല്ലാം വാങ്ങിച്ചു തരും. അപ്പം നമുക്കൊരു ഏത്തയ്ക്ക തിന്നാൻ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും, നമ്മൾ പറയുക ആ ഏത്തയ്ക്ക തിന്നാൻ ആഗ്രഹമുണ്ട്, ഒരുപോലെ ഏത്തയ്ക്ക ആയിരിക്കും കൊണ്ടുവന്ന് തരുന്നത്. കാരണം നമ്മൾ തിന്ന് മടുക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ശീലം അതാണ്. അപ്പം എൻ്റെ ചേച്ചിക്ക് ഗർഭിണിയായ സമയത്ത് എൻ്റെ ചേച്ചി കരട്ടി തിന്നാൻ ആഗ്രഹം. ഞങ്ങളുടെ ആ മുട്ടൻ നാട്ടിലൊക്കെ കരട്ടി ഉണ്ട്, നല്ല ടേസ്റ്റാണ് കരട്ടി. അപ്പോൾ കരട്ടി, അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വിഷമം വരും. കാരണം അതേ കൂട്ട് കഷ്ടപ്പെട്ടത് നമ്മുടെ അച്ഛൻ വളർത്തിയത്. അച്ഛനായാലും അമ്മയായാലും ഒരുപാട് കഷ്ടപ്പെട്ട നമ്മളെ വളർത്തിയത്. അമ്മയും അച്ഛനും ഒരേപോലെ ചായക്കട നിന്ന് നമ്മളെ വളർത്തിയത്. അപ്പം അന്നേരത്തേക്ക് കരട്ടി കൊണ്ടുവന്നു വെച്ചാൽ എന്താ പറയുക, ഒരു വലിയ കൊട്ട നിറയെ കരട്ടി ഞങ്ങളുടെ അമ്മയ്ക്ക് നടുവിന് വേദനയാന്നത്. അപ്പം അമ്മ ഇരുന്ന് വെട്ടി, അമ്മ ഓരോ കരട്ടി വെട്ടുമ്പോഴും കരയുക, എൻ്റെ ദൈവമേ എൻ്റെ നടു കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കരട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മ ഓരോന്നും കരഞ്ഞോണ്ട് വെട്ടി. അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് കരട്ടിയുണ്ട്. ഒരു കൊട്ട എന്ന് വെച്ചാൽ ആ കൊട്ട നിറയെ ജീവനോട് കൊണ്ടുവന്ന് കരട്ടി. അത് അച്ഛനെങ്ങാണ്ട് വല വീശുന്നിടത്ത് അവിടെ പോയി, അവിടെ പുഞ്ചയിലും കണ്ട് പോയി, അവിടെ നിന്ന് നേരിട്ട് കരട്ടി കൊണ്ടുവന്നേ. അതെല്ലാം അമ്മ ഇരുന്ന് വെട്ടി തേച്ച് കഴുകി വറുത്ത്. ഞാനുണ്ട്, എൻ്റെ ചേച്ചി, പിന്നെ എൻ്റെ അനിയത്തി സരിത, പിന്നെ അമ്മ, അച്ഛൻ, ഞങ്ങൾ ഈ 5 പേര്, പിന്നെ ജംബു. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അപ്പം ഇത്രയും പേർക്ക് ഈ ഒരു വലിയ ഒരു കുറേ കരട്ടി, 19 കരട്ടിയോളം. കരട്ടി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, കുഞ്ഞതാണ്. ഇത് വറുത്തിട്ട് അമ്മ അക്കയ്ക്ക് ആവശ്യത്തിന്, അക്ക ഗർഭിണിയായതുകൊണ്ട് അക്കയ്ക്ക് ആവശ്യത്തിന് കൊടുത്ത്, ഉച്ചയ്ക്കും രാവിലെയായിട്ട് അക്കയ്ക്ക് കൊടുത്ത്, ബാക്കിയുള്ളത് രാത്രി നമുക്ക് കരട്ടി വെച്ചപ്പം എനിക്ക് വെച്ച്, അച്ഛന് വെച്ച്, സുമ ചേച്ചിക്ക് വെച്ച്, അഞ്ജലിക്ക് അനിയത്തി സരിതയ്ക്ക് വെച്ച്, ഞങ്ങളെല്ലാവർക്കും വെച്ച്. എന്നിട്ട് അമ്മ എന്തെടുത്തറിയോ, ഒന്നും എടുത്തില്ല. അമ്മ ചോറ് മാത്രം തിന്നുക. അമ്മയ്ക്ക് അതിനകത്ത് നിന്ന് ഒരു കരട്ടി എടുത്ത് തിന്നാൻ ആരെങ്കിലും കൈ കയറി പിടിക്കുമോ? അപ്പോൾ അമ്മ ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് അറിയാമോ, ഞാൻ ആ കരട്ടിയുടെ തലയെല്ലാം കൊടുക്കും എന്നുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ അമ്മയ്ക്കുണ്ടായി. ഞാൻ അന്നേരം നമ്മൾ തിന്ന് ആ കരട്ടിയുടെ തലയും കൂടെ ചവച്ച് തിന്നിട്ട് ലാസ്റ്റായപ്പോൾ അമ്മേനോട് ചോദ്യം എന്ന് വെച്ചാൽ, മോനെ എനിക്ക് തന്നില്ലല്ലോ കരട്ടിയുടെ തല, നീ എനിക്ക് തരുമെന്നോർത്താണ് അമ്മ കഴിക്കാതിരുന്നത്. ഇത്രയും കരട്ടി അമ്മ വെട്ടി, അമ്മയ്ക്ക് ആവശ്യമുള്ളത് അമ്മയ്ക്ക് എടുത്ത് തിന്നാൽ ആരെങ്കിലും കൈ കയറി പിടിക്കുമോ? അന്നേരം ഞാൻ ഓർത്ത്, ഒരു കാര്യത്തിലും ഓവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. നമ്മൾ കൊടുക്കും എന്നോർത്താണ് അമ്മ എന്ത് ചെയ്തത്, കഴിക്കാതിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അമ്മയുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി മറ്റുള്ള മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും കൊടുക്കുക, അത് ചെയ്യുക. അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒരു വിഷമം വന്നു. ദൈവമേ എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, ഇത്രയും വെട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവിടെ വന്ന്. ഇപ്പം ഞാനത് ആ ഒരു കഥ ആലോചിച്ചുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ തന്നെ ചെയ്യുക. മറ്റുള്ളവർ ചെയ്യും എന്നോർത്ത് നമ്മളത് നമ്മുടെ ഒരിഷ്ടം വേണ്ടാന്ന് വെക്കരുത്. മറ്റുള്ളവർ ചിലപ്പോൾ തന്നില്ലെങ്കിൽ നമുക്കായിരിക്കും അന്നേരം ആ ഒരു നഷ്ടം സംഭവിക്കുന്നത്. ഞാനൊരു ചെറിയ കാര്യം, കരട്ടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. നമ്മളേ ഉള്ളൂ. നമുക്ക് വേണ്ടി ചെയ്യാൻ ഒരുപാട് പേര് കാണും. പക്ഷേ നമ്മൾ ചില ഇഷ്ടങ്ങൾ
നമ്മുടെ ചില ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കാണത്തില്ല. ചിലപ്പോൾ ഒരു പുളിമുട്ടയെ നമുക്കിഷ്ടമാണ്, നമുക്കൊരു പുളിമുട്ടയെ ഇഷ്ടമാണ്. അത്രയും ഇഷ്ടം എതിരെ നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ കാണത്തില്ല. അപ്പം നമുക്ക് ആ പുളിമുട്ടായി വേണമെന്ന് ചിലപ്പോൾ അതിയായ ആഗ്രഹം കാണും, പക്ഷേ മറ്റുള്ളവർക്ക് അത് കാണണമെന്നില്ല. അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ തിരിച്ചറിയുക, നമ്മളത് മേടിക്കുക, നമ്മൾ കഴിക്കുക. നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ, അത് മാക്സിമം നമ്മൾ ജീവിക്കുക. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ ജീവിക്കുക, അത് ഒരു കാര്യമാണ്. നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് ആരും പറയരുത്. നമ്മൾ മാക്സിമം നന്നായിട്ട് ജീവിക്കുക. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും നമുക്ക് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഏത് പ്രതിസന്ധിയിലും നമുക്ക് പറ്റും മാക്സിമം നമുക്ക് പ്രയത്നിച്ചാൽ പറ്റും എന്നോർത്ത് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മുടെ ജീവിതം ഉറപ്പായിട്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം പിടിക്കാൻ പറ്റും. എല്ലാവരെയും കൂട്ടും നമുക്കും നല്ല നിലയിൽ കഴിയാൻ പറ്റും എന്ന ആത്മവിശ്വാസം വരിക. ഒരു നാൾ നമ്മുടെ മുകളിലെവിടെയും പരുന്ത് പറക്കും എന്ന് നമ്മൾ ആലോചിക്കുക. പണത്തിനും ഇതേ പരുന്തും പറക്കുമെന്നില്ല. അപ്പം നമ്മുടെ മുകളിലൂടെയും പരുന്ത് പറക്കുമെന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമുക്കും പരുന്തിന് ഒപ്പം പറക്കാൻ നമുക്കും കഴിയും. ചിറകില്ലേലും മനസ്സുകൊണ്ട് നമുക്ക് പറക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം നമ്മളിലുണ്ടാകുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് ലൈക്കൊക്കെ ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തുവാ ഇതിങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്നത്? എന്നോട് എന്തൊരു ദ്രോഹമായി ചെയ്യുന്നു? ഒന്ന് ലൈക്ക് തന്ന്, ഒന്ന് ഷെയർ ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഒന്ന് നിങ്ങളെന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്മളെക്കൂട്ടുള്ള സാധാരണപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അവരെയൊക്കെയുള്ള സാധാരണപ്പെട്ടവർ, ഇപ്പം എൻ്റെ മോളാണെങ്കിൽ പോലും ഒരു വീഡിയോ കാണുന്നത് നല്ല ഒരുപാട് വ്യൂസുള്ള വീഡിയോസാണ് കാണുന്നത്. ഞാൻ അന്നേരം എപ്പോഴും പറയും, മോനെ, ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടും കാണും. അങ്ങനെയുള്ള സാധാരണപ്പെട്ട കുറച്ച് പേരെങ്കിലും വീഡിയോ നമ്മളൊന്ന് കാണുക. കാരണം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരുപാട് വ്യൂസൊക്കെ ഉള്ള വീഡിയോസ് തന്നെ കണ്ടുകൊണ്ടിരിക്കാതെ നമ്മൾ സാധാരണപ്പെട്ടവരെയും കൂടെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ, അതിൽ ഒരാളാണ് ഞാനും. എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.